ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ DSM-5 ക്ലസ്റ്റർ ബിയിൽ വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണിത്. ഈ ഒരു ഡിസോർഡറിനെ പറ്റി കൂടുതൽ സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്വാതി ചന്ദ്രൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ബോധാസൈ. DSM-5 എന്നാൽ ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക് മാനുവൽ ആണ്. അതായത് ഇപ്പൊ നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകളുടെ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു രോഗമുണ്ടെന്ന് പറയാൻ പറ്റില്ല, രോഗനിർണയം നടത്താൻ പറ്റില്ല. അപ്പൊ അതിന് സഹായിക്കുന്ന ഒന്നാണ് DSM. അപ്പൊ DSM-ല് ക്ലസ്റ്റർ ബിയിൽ വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ക്ലസ്റ്റർ ബിയിൽ വരുന്ന ഒന്നാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ നമ്മൾ സെഷൻസിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിക്കും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും അതാണ്. ആളുകൾക്ക് ഈ ഒരു ഡിസോർഡറിനെ പറ്റി കുറച്ചും കൂടി ധാരണ ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പുകൾ വരുമ്പോൾ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയുമായിട്ടാണ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടാകുന്നതെങ്കിൽ പാർട്ട്ണറിന് വല്ലാത്തൊരു കൺഫ്യൂഷൻ ആയിരിക്കും. താൻ എന്തോ വലിയ തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയത് എന്നുള്ള നിലയിലായിരിക്കും അയാൾക്ക് ഫീൽ ചെയ്യുക. നമുക്കറിയാലോ, മനുഷ്യരാണ്, വ്യക്തിബന്ധങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു BPD ഉള്ള വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിന് ശേഷം വളരെയധികം ബുദ്ധിമുട്ട് പാർട്ട്നേഴ്സിന് ഉണ്ടാകാറുണ്ട്. ആർക്ക് കേട്ടാലും എന്താണ് BPD എന്ന് മനസ്സിലാവണമെങ്കിൽ വളരെ ലളിതമായിട്ട് തന്നെ BPD പറ്റി പറയാം. BPD എന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ്. അതായത് ഇദ്ദേഹത്തിന് വല്ലാത്ത ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും ആ ഉള്ള വ്യക്തിക്ക് ഫീൽ ചെയ്യുക. ആൾക്ക് ചില സമയത്ത് വല്ലാത്തൊരു ഒറ്റപ്പെടൽ, ഒരു എംപ്റ്റി ഫീലിംഗ്, ഇമോഷൻസ് അവർക്ക് അത്രത്തോളം ഇന്റൻസ് ആണ് എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് അവരെ പറ്റിയുള്ളൊരു ഇമേജ് അത് എല്ലായ്പ്പോഴും കുറച്ച് നെഗറ്റീവ് ആയിരിക്കും. ഞാൻ അത്ര പോരാ, ഞാൻ കൊള്ളില്ല, എനിക്കൊരു കഴിവില്ല, ഈ ലോകം എനിക്ക് അത്ര നല്ലതായിട്ടുള്ളതല്ല, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകളായിരിക്കും. ഇതിനോടൊപ്പം തന്നെ, ഇമോഷൻസിനോടൊപ്പം തന്നെ ചില ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് ഇവർക്കുണ്ടായിരിക്കും. ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് ചില സമയത്ത് ഇവർക്ക് തന്നെ ബാധകമാകുന്ന അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഉപദ്രവമാകുന്ന ഇമ്പൾസീവ് ബിഹേവിയർ ആയിരിക്കും. അത് ഈ സെൽഫ് ഹർട്ടിംഗ് ഒക്കെ വരും. ചിലർ തല കൊണ്ട് ചുമരിടിക്കും, കൈ മുറിക്കും, നെഞ്ചത്തിടിക്കുക, ഇങ്ങനത്തെ ഒക്കെ കുറെ അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില ബിഹേവിയേഴ്സ്, ഇമ്പൾസിവിറ്റി കാണിക്കും. ചിലർ വളരെയധികം സ്പെൻഡിങ് നേച്ചർ കാണിക്കും, റാഷ് ഡ്രൈവിങ്, സബ്സ്റ്റൻസ് അബ്യൂസ്, ഇങ്ങനെയുള്ള കുറെ തരത്തിലുള്ള അവർക്ക് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഇതിനോടൊപ്പം കാണിക്കാറുണ്ട്. ഇവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത്ര സുഖകരമാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊരു ഫിയർ ഓഫ് അബാൻമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ പേടിയായിരിക്കും ഈ കൂടെ നിൽക്കുന്ന വ്യക്തി ഇവരെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്ന്. അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇയാളുടെ ബിഹേവിയറിൽ. അപ്പൊ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റുകളായിരിക്കും ഇവരിൽ നിന്നുണ്ടാവുക. പിന്നെ ഇവർക്ക് ഇവരോട് തന്നെ ഒരു സെൽഫ് വർത്ത് ഇല്ലായ്മയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടും ആളുകൾ തന്നെ പെട്ടെന്ന് റിജക്ട് ചെയ്യും എന്നൊരു പേടി ഇവർക്ക് ഇങ്ങനെ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷെ ഇവർക്കൊരു സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടി ഇവരിൽ കാണും. അതായത് ചില വ്യക്തികൾക്ക് വളരെയധികം വാല്യുവേഷൻ ഇവർ കൊടുക്കും. ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് വാല്യുവേഷൻ കൊടുക്കുകയും ചില സമയത്ത് എക്സ്ട്രീം ആയിട്ടുള്ള ഡീവാല്യുവേഷൻ പോവുകയും ചെയ്യും. അതായത് ഇയാൾ തന്നെ വളരെ നല്ല വ്യക്തിയാണെന്ന് തോന്നും, ഇയാൾ വന്നത് കൊണ്ടാണ് എന്റെ ലൈഫിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നതെന്ന് തോന്നും. അതേസമയം കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണല്ലോ, എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ താൻ കാരണമാണ് എന്റെ ജീവിതം നശിച്ചത് എന്നും പറയും. അപ്പോൾ ഒരു എക്സ്ട്രീം വാല്യുവേഷനും ഡീവാല്യുവേഷനും ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യും. ഇവർക്കും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. BPD പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇമോഷണൽ സെൻസിറ്റിവിറ്റി ആൻഡ് ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. അതായത് ഇമോഷണൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേന് ഒരു ഇമോഷണൽ സ്റ്റിമുലേ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് എത്രത്തോളം കാണുന്നു, അറിയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതൊരു സങ്കടമാകാം, ദേഷ്യം വരുന്ന കാര്യമാകാം, എനി ടൈപ്പ് ഓഫ് ഇമോഷൻ. ആ ഒരു ഇമോഷൻ നമുക്ക് എങ്ങനെ ഒരു സ്റ്റിമുലേ വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. BPD ഉള്ള വ്യക്തികൾക്ക് ഇമോഷണൽ സ്റ്റിമുലൈസ് പെട്ടെന്ന്, അതായത് വളരെ ചെറിയ ഇമോഷണൽ സ്റ്റിമുലൈസ് പോലും ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് ഇവർ എപ്പോഴും ഇമോഷണലി റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് ഇറിറ്റേഷൻ പോകുന്നുള്ള ഒരു ഭയം കാണും, ഇവർക്ക് ഇവരെ സെൽഫ് വർത്തിനെ പറ്റി ഒരു ഡൗട്ട് കാണും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് വലിയ വലിയ ട്രിഗറുകളായിരിക്കും. ഇമോഷണൽ ഡിസ്റെഗുലേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇമോഷണൽ സ്റ്റിമുലൈസിനോട് ഇവര് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അതിനെ കാണിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും, വെർബൽ ഔട്ട്ബസ്റ്റിനെ പറ്റി പറയാൻ കാര്യം നമുക്ക് സെഷൻസിലൊക്കെ വരുമ്പോൾ ഫീമെയിൽ ആയിട്ടുള്ള BPD ഉള്ള വ്യക്തികളുടെ പാർട്ട്നേഴ്സിനോട് അവർ കൂടുതലും കാണിക്കുന്നത് വെർബൽ ഔട്ട്ബസ്റ്റുകളാണ്, അല്ലെങ്കിൽ സെൽഫ് ഹർട്ടിംഗ് ആണ്. പിന്നെ ചില സമയത്ത് മാനിപ്പുലേഷൻസ് ഉണ്ടാകാറുണ്ട്, ഭീഷണികൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൽ പാർട്ട്ണർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും.
ബുദ്ധിമുട്ടും. എന്ന് വെച്ചാൽ ഇത് ഒരാൾ സെൽഫ് ഹർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ വെർബലി ഔട്ട്ബസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മാനേജ് ചെയ്യാനായിട്ട് പാർട്ട്നേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ബിഹേവിയേഴ്സിന്റെ കോൺസിക്വൻസസ് ഓർത്തിട്ടായിരിക്കില്ലല്ലോ ഇവർ ബിഹേവിയറിൽ എൻഗേജ്ഡ് ആവുക. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ മിക്കതും ഇവർക്കും അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവർക്കും ഉപദ്രവമാകുന്ന ബിഹേവിയർ ആയിരിക്കും. ഇമ്പൾസീവ് ആയിട്ട് ഇവർക്ക് ഇപ്പൊ തോന്നുകയാണ് അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കണം, അവരത് ചെയ്തിട്ടുണ്ടാവും. ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നും അയ്യോ വേണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അതായത് ആ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഇമോഷനിൽ നിന്ന് ഇവർ കാണിക്കുന്ന ബിഹേവിയർ ഇവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവർക്കൊരു റിജക്ഷൻ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അതായത് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇയാൾ എന്നെ റിജക്ട് ചെയ്യുമോ എന്നുള്ളത്. ആക്ച്വലി അവർക്ക് ആ ബന്ധം നഷ്ടപ്പെടണം എന്നില്ല, വളരെയധികം ഇവർ വാല്യൂ ചെയ്തിട്ടുള്ള ഒരു ബന്ധം തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണ് കേട്ടോ. അതായത് ഇവർക്ക് എപ്പോഴും പാർട്ട്ണറിന്റെ ഒരു അറ്റൻഷനും വാലിഡേഷനും ഭയങ്കര നിർബന്ധമാണ്. അത് കുട്ടിക്കാലത്ത് മേ ബി ഇവർക്ക് അത് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ പാർട്ട്ണറിൽ നിന്ന് ഈ ഒരു അറ്റൻഷനോ വാലിഡേഷനോ കുറച്ചൊന്ന് കുറയുന്നു എന്ന് കണ്ടാൽ ഇവർ ജലസ്ഡ് ആവും. അപ്പോൾ ഇപ്പൊ ഒരു ഫ്രണ്ടിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, പാർട്ട്ണറിനെ വേണമെന്നില്ല ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും മറ്റൊരു ഫ്രണ്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. അങ്ങനെ പ്രയോറിറ്റീസ് ഇച്ചിരിയെങ്കിലും മാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവര് ആ ഒരു അബാൻമെന്റ് റിയൽ ആയിരിക്കില്ല, പക്ഷെ ആ അബാൻമെന്റ് ഉണ്ടായില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും. അപ്പൊ ആ പരിശ്രമങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് എപ്പോഴും ഇങ്ങനെ പാർട്ട്ണറിന് ഇവരെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത്, പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പ്രയോറിറ്റി അല്ല, ഫുൾ കോൺസെൻട്രേഷൻ, ഫുൾ ശ്രദ്ധ ഇവരിൽ തന്നെ കൊടുക്കേണ്ടി വരും. പാർട്ട്ണർ സ്വാഭാവികമായിട്ടും ടയേർഡ് ആകും. ഇവർക്ക് അപ്പൊ അത് ചെറുതായിട്ടെങ്കിലും കുറയുന്നു എന്ന് കാണുമ്പോൾ ഇത് തിരിച്ചു കിട്ടാനായിട്ട് ഇവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തും. ഇവർക്ക് തന്നെ ഇവരോട് പാവം തോന്നും, അയ്യോ ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ടും മറ്റേ ആൾ ഇത്രയും എഫേർട്ട് ഇടുന്നില്ലല്ലോ എന്ന്. പക്ഷെ എഫേർട്ട് അല്ല അവിടെ നടക്കുന്നത്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പരാക്രമമാണ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് പോകുന്നു എന്നുള്ള ആ ഒരു റിജക്ഷൻ ആങ്സൈറ്റിയിൽ നിന്ന് റിജക്ട് ആവാതിരിക്കാൻ വേണ്ടി ഇവര് കുറെ ശ്രമം നടത്തും. അവസാനം ഇത് നടക്കില്ല, ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരു ആ റിലേഷൻഷിപ്പിൽ ഒരു നല്ല രീതിക്ക് ആവില്ലല്ലോ പോവുക. അപ്പൊ ഒന്നെങ്കിൽ പാർട്ട്ണർ പോകും, അല്ലെങ്കിൽ ഇവർ തന്നെ വിചാരിക്കും ഇല്ല ഈ റിലേഷൻഷിപ്പ് ശരിക്കും നടക്കില്ല, നമ്മൾ ലീവ് ചെയ്ത് പോണെയാണ് നല്ലത്, എനിക്കിത് ഭയങ്കര വിഷമമാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ വരുമ്പോഴത്തേന് അവർ റിലേഷൻഷിപ്പ് ലീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവില്ല അപ്പൊ അവിടെ ഫോം ചെയ്യുക. നിങ്ങൾ ഒരിക്കലും BPD സെൽഫ് ഡയഗ്നോസിസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മളിതൊരു അവയർനെസ്സിന് വേണ്ടി ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഞങ്ങളുടെ ആവശ്യം നിങ്ങളിത് മനസ്സിലാക്കി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ PTSD അല്ലെങ്കിൽ ഡിപ്രഷൻ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഇതിലെ പല ഫീച്ചേഴ്സും കാണാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെഷൻസിലൊക്കെ ചില ആളുകൾ ഞാൻ എന്റെ കൈ മുറിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോഴത്തേക്ക് എന്നെ സെൽഫ് ഹേർട്ട് ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ട് ഞാനൊരു കാര്യം ചെയ്തു, അതുകൊണ്ട് ഞാൻ BPD ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് BPD ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വരുന്നത്, ഡിപ്രഷനുള്ള ആൾക്കാർ ചിലപ്പോൾ സെൽഫ് ഹേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ സെൽഫ് ഡയഗ്നോസിസ് ചെയ്യാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നുകയാണ് എനിക്ക് BPD ആണ്, ഞാൻ കാണിക്കുന്നത് BPDയുടെ സിംറ്റംസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ബേജാറാവേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോ CBT ബേസ്ഡ് ആയിട്ടുള്ള ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി, സ്കീമ തെറാപ്പി പോലുള്ള ഒത്തിരി തെറാപ്പീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് എടുക്കാവുന്നതാണ്. അതിനുള്ള റിസോഴ്സസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ DBTയിലാണെങ്കിൽ തന്നെ നമ്മൾ അവിടെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഡിസ്ട്രസ് ടോളറൻസ്, അതുപോലെ അസർട്ടീവ്നെസ്, മൈൻഡ്ഫുൾനെസ് പോലുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ പാർട്ട്ണർക്കാണ് BPD ഉണ്ടായിരുന്നതെങ്കിൽ, ഇപ്പൊ അദ്ദേഹം നിങ്ങളുടെ എക്സ് ആണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓൾ ഓർ നൺ തിങ്കിങ് ആണ്. ചില സമയത്ത് നിങ്ങൾ നന്നായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഡീവാല്യൂം ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും മോശമായിരിക്കില്ലല്ലോ. അവർ വളരെയധികം ഹാപ്പി ഫേസ് കാണിച്ചിട്ടുണ്ടാകാം, വളരെയധികം നന്നായിട്ട് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാകാം. പിന്നെ പെട്ടെന്ന് അവരങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളുടെ എന്തോ പ്രശ്നം കാരണമാണ് ഇത് സംഭവിച്ചത് എന്നുള്ള നിലയിൽ. അപ്പൊ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറിന്, അതായത് നിങ്ങളുടെ എക്സിന് അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നുവെങ്കിൽ ആൾക്ക് ഈ പറഞ്ഞ വാല്യൂഷൻ ആൻഡ് ഡീവാല്യൂഷൻ സ്റ്റേറ്റ് ഉണ്ട്, അദ്ദേഹത്തിന് തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മറ്റ് ചില കേസസിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്, അവർ മറ്റു പാർട്ട്നേഴ്സിനെയൊക്കെ ചിലപ്പോൾ വളരെ പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവാം, ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം. സോ അതൊക്കെ അവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. ഇനി നിങ്ങൾ നിലവിൽ BPD ഉള്ള ഒരാളുമായിട്ടാണ് റിലേഷൻഷിപ്പിലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഈ ഒരു വ്യക്തി വളരെ ജോയ്ഫുൾ ആയിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി എഫേർട്സ് ഇടുന്ന ആളായിരിക്കാം, നിങ്ങൾ ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരാളായിരിക്കാം. അതേസമയം തന്നെ ഇദ്ദേഹത്തിന് ആ ഡീവാല്യൂഷൻ ഫേസ് വരികയും ഒരുപാട് ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് കാണിക്കുകയും ചെയ്തിട്ടുണ്ടാകാം.
അപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്ലിയർലി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കൂടാതെ അവർക്ക് തെറാപ്പി എടുക്കാനായിട്ടുള്ള സപ്പോർട്ട് നൽകുക. നിങ്ങൾ BPD പറ്റി നന്നായിട്ട് മനസ്സിലാക്കുക. ഇത്രയുമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. കൂടുതൽ BPD പറ്റിയുള്ള വീഡിയോകൾ തുടർന്നുള്ള വീഡിയോസിൽ കാണാം. നന്ദി.